Hello everyone, welcome to CodeCoders Malayalam YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അരേൻ്റെ മറ്റൊരു ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. റൈറ്റ് എ പ്രോഗ്രാം ഇൻ C to read n number of values in an array and display them in reverse order. ഓക്കെ, നമുക്ക് എന്തുണ്ട്, യൂസറിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വാല്യൂസ് നമ്പർ ഓഫ് വാല്യൂസ് വാങ്ങണം. കാരണം യൂസറിനാണ് അറിയുക എത്ര വാല്യൂസ് ആണ് യൂസർ എൻ്റർ ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, ആ ഒരു ചോയ്സ് നമ്മൾ യൂസറിന് കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു വാല്യൂസ് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യാണ്. ഇതിൽ ഒരുപാട് ഡിഫറെൻറ്റ് വേസ് ഉണ്ട് റിവേഴ്സിൽ ചെയ്യാൻ പറ്റുന്ന. എന്തുണ്ട്, നമുക്ക് ഡയറക്റ്റ് റിവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ വാല്യൂസിൻ്റെ സ്വാപ്പ് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻബിൽറ്റ് മെത്തേഡ്സ് വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു മെത്തേഡാണ്, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോഡിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്, നമുക്ക് വേണ്ട വേരിയബിൾസ് ജസ്റ്റ് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഐ എന്ന് പറയുന്നൊരു വേരിയബിൾ വേണം. അത് എന്ത് ചെയ്യാനാണ്, ഒരു ലൂപ്പ് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്താ വേണ്ടത്, എൻ എന്ന് പറയുന്നൊരു വേരിയബിൾ കൊടുക്കുക. എത്ര വാല്യൂ ആണ് യൂസറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാനുള്ളത് ജസ്റ്റ് നമുക്ക് ഈ ഒരു വേരിയബിളിലോട്ട് വെക്കാം. നെക്സ്റ്റ് നമുക്ക് അരേ വേണം. അപ്പോൾ അരേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഓക്കെ, അരേ എന്നിട്ട് തന്നെയാണ് ഞാൻ നെയിം കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഡിഫോൾട്ടായിട്ട് എന്താണ് ഒരു 100 സൈസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിക്ലറേഷനും കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എഫിലെ യൂസറിനോട് എന്ത് പറയാം, എൻ്റർ ചെയ്യാൻ പറയാം. എന്ത്, എൻ്റർ ദ സൈസ്. ഓക്കെ, അത് ജസ്റ്റ് സിമ്പിളായിട്ട് കൊടുക്കുകയാണ്, അറിയാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സൈസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എത്രയാണ് ഈ എന്തുണ്ട് അരേൻ്റെ സൈസ്, അതായത് യൂസർ എത്ര വാല്യൂസ് ആണോ എൻ്റർ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സൈസാണ് നമ്മൾ മേടിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി 100 കൊടുത്തിട്ടുണ്ട്, അത് മാക്സിമം ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കൊടുക്കാം, അത് കൊടുത്ത് ഇനി എന്ത് ചെയ്യും, യൂസർ ആ സൈസ് എന്ത് ചെയ്യും, എൻ്റർ ചെയ്യും. ആ ഒരു ടൈമിൽ യൂസറിൻ്റെ കയ്യിൽ നിന്ന് നമ്മളത് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്കാൻഎഫ് യൂസ് ചെയ്യുന്നു. ഓക്കെ, സ്കാൻഎഫിൽ എന്ത് കൊടുക്കാം, നമുക്ക് %d എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് വേണ്ട എന്താണ്, കോമ ഇട്ടിട്ട് നമ്മൾ ആംബ്രസൻ ഇടണം. ഓക്കെ, ആംബ്രസൻ ഇട്ടിട്ട് ഏത് വേരിയബിളിലോട്ടാണ് വെക്കുന്നതെങ്കിൽ ആ ഒരു വേരിയബിൾ നമ്മൾ അവിടെ കൊടുക്കുക. ഓക്കെ, n എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു. നെക്സ്റ്റ് എന്താണ് ചെയ്യാനുള്ളത്, നെക്സ്റ്റ് യൂസറിനോട് വീണ്ടും പറയണേ, പ്രിൻ്റ് എഫിൽ എന്താ പറയുക, യൂസറിനോട് വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറയണേ. അപ്പോൾ എൻ്റർ ദ വാല്യൂസ് എന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ, എൻ്റർ ദ വാല്യൂസ് എന്ന് കൊടുക്കുക. അപ്പോൾ യൂസർ എന്ത് ചെയ്യും, ഓരോ വാല്യൂസ് ആയിട്ട് ആ സൈസിന് അനുസരിച്ചുള്ള വാല്യൂസ് എൻ്റർ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ലൂപ്പ് നമ്മൾ എന്ത് ചെയ്യണം, റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസറിൻ്റെ കയ്യിൽ നിന്ന് അത്രയും ഇത് വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഫോർ ലൂപ്പിൽ എന്താണ്, ഐ എന്ന് പറയുന്ന വേരിയബിൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അത് 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏത് വരെ വേണ്ടി വരും, ഐ ലെസ് ദാൻ എന്ത് വരെ മതി, n വരെ മതി. ഓക്കെ, ദെൻ അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, i++ എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ സ്കാൻഎഫിൽ വാല്യൂസ് നമ്മൾ വാങ്ങിക്കാൻ പോകണേ. %d എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് എന്താണ്, കോമ ഇട്ടിട്ട് ഇവിടെ ആംബ്രസൻ എന്ന് കൊടുക്കുന്നു. ആംബ്രസൻ എന്ന് കൊടുത്തിട്ട് അരേ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരേ ഓഫ് ഐ എന്നാണ് ഇവിടെ, അരേ ഓഫ് ഐ. ഓക്കെ, അരേയുടെ ഓരോ വാല്യൂസ്, ഐത്തെ എലമെൻറ്റ് ഉള്ള വാല്യൂസിനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവേഴ്സ് പ്രിൻ്റ് ചെയ്യുന്നതിന് തൊട്ടുമ്പായിട്ട് വേണമെങ്കിൽ നമ്മൾക്ക്, ഓക്കെ വേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഇത് പ്രിൻ്റ് ചെയ്തതാണ്. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് ഡയറക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാകാത്തവർ ജസ്റ്റ് കഴിഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡയറക്റ്റ് ഫോർ ലൂപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യാം, റിവേഴ്സിൽ പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സെയിം വേരിയബിൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം, ഐ എന്ന് പറയുന്ന വേരിയബിൾ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഐ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 0-ൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ n വരെ കൊടുത്തു കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ ജസ്റ്റ് ഒരു ഇമാജിനായിട്ട് 5 കൊടുത്തു കഴിഞ്ഞാൽ ഏത് വരെയാണ്, 4 വരെയാണ് ഈ ഒരു ലൂപ്പ് റൺ ചെയ്യുക. ഓക്കെ, 0 മുതൽ 4 വരെ, അങ്ങനെ പറയുമ്പോൾ 5 തന്നെ കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കിട്ടാൻ 4 കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് n-1 എന്ന് കൊടുക്കണം. 4 അല്ല, നമുക്കിപ്പോൾ 10 ആണ് സൈസ് കൊടുക്കുന്നതെങ്കിലും 10 കിട്ടണമെങ്കിൽ n-1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് എന്താ പറയുന്നത്, ഐ ഏത് വരെ, > 0. കാരണം എവിടുന്ന് മുതൽ, നമ്മൾ അവസാനത്ത് മുതൽ നിന്നാണ് എന്ത് ചെയ്ത് കൊണ്ടുവരുന്നത്, പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ പൊസിഷനിലുള്ളതിനെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ 0, ഐ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ നമ്മൾ അവസാനത്തേന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം,
n-1 എന്ന് കൊടുക്കണം, എങ്കിലേ 0 മുതൽ 4 വരെ പോവുകയുള്ളൂ. ഓക്കെ, അതായത് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരിക. i ≥ 0. എന്നിട്ട് ഇവിടെ i എന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂ മൈനസ് ചെയ്ത് വരണം, കാരണം അവസാനത്തെ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് ഈ ഒരു ഫോർ ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രിൻ്റ് എഫ് ആണ് കൊടുക്കാൻ പോകുന്നത്, കാരണം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ %d എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എന്നിട്ട് ഒരു സ്പേസ് കൂടി ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യണേ, ഇവിടെ നമുക്ക് അറേ ഓഫ് ഐനെ പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, അറേയിലെ അപ്പോഴത്തെ വാല്യൂ ഏതാണോ ഐൻ്റെ വാല്യൂ അതിനെ പ്രിൻ്റ് ചെയ്യിക്കാം. പക്ഷെ അതിന് തൊട്ട് മുകളിലായിട്ട് ഞാൻ എന്ത് എടുക്കുന്നുണ്ട്, വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം നമുക്ക് അല്ലേ. ഒരു ജസ്റ്റ് പ്രിൻ്റ് എഫിൽ അറിയാൻ വേണ്ടിയിട്ട് എൻ്റേഡ് വാല്യൂസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, എൻ്റേഡ് വാല്യൂസ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു സെമി കോളൻ എവിടെയോ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു സെമി കോളൻ ഈ ഒരു ഇതിൽ ഇനി ഒന്നുകൂടി റൺ ചെയ്യാം. ഓക്കെ, എൻ്റർ ദ സൈസ് എന്ന് പറയുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് 5 കൊടുക്കാം, അല്ലെങ്കിൽ 7 കൊടുക്കാം, നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാം. 7 എന്ന് കൊടുക്കുന്നു. എൻ്റർ ദ വാല്യൂസ്. ഇനി നമ്മൾ 7 വാല്യൂസ് എൻ്റർ ചെയ്യണം. അപ്പം 1 മുതൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. 1 2. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി ക്ലിയർ ചെയ്യാം, ഇതിപ്പം വാല്യൂസ് മനസ്സിലാവില്ല. ഓക്കെ, 7 എന്ന് കൊടുക്കുക, റൺ ചെയ്തിട്ട്. ഓക്കെ, 7 എന്ന് കൊടുത്തു. ജസ്റ്റ് 1. ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എൻ്റർ അടിക്കണം. ഓക്കെ, 3 4 5 6. ഓക്കെ, 7. ഓക്കെ, 7 എന്ന് കൊടുക്കുമ്പോൾ കേട്ടോ, ഇതിലിപ്പോൾ ആദ്യത്തെ വാല്യൂ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഏതാണ്, 7 ആണ്. ഓക്കെ, നമ്മളിപ്പോൾ റിവേഴ്സ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പം നോർമലി നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുക, 1 മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. സിമ്പിളായിട്ട് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ചെയ്തത്. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ബിഗിനിങ് പഠിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അറേയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ പ്ലേലിസ്റ്റിൽ നെക്സ്റ്റ് അതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സീ യു.